വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ ജോസഫ് ആന്റണി കൂടി ചേരുകയാണ്. നമസ്കാരം സാർ. ഇപ്പോൾ ഈ പശ്ചിമേഷ്യൻ സംഘർഷം കൂടുതൽ കനക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇറാനും US-ഉം ചർച്ചകൾ അത് മന്ദഗതിയിലാകും, അതിനെ വലിയ തോതിൽ തന്നെ തിരിച്ചടിയാകുമെന്ന രീതിയിൽ തന്നെയല്ല ഈ സമീപ ദിവസങ്ങളിലുണ്ടായ സമീപ മണിക്കൂറുകളിലുണ്ടായ ആക്രമണങ്ങളെ നമ്മൾ നോക്കിക്കാണേണ്ടത്? അല്ലാതെ ട്രംപ് വളരെ പ്രതിസന്ധിയിലാണ്. കാരണം അദ്ദേഹത്തിന് തീരുമാനമെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത്. കാരണം അദ്ദേഹം സ്വന്തം തീരുമാനപ്രകാരം ഇറങ്ങിയ യുദ്ധമല്ല എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന് സ്വന്തമായിട്ട് തീരുമാനമെടുക്കാൻ കഴിയാത്തത്. പിന്നെ ഇസ്രായേലിന്റെ നിർദ്ദേശപ്രകാരം, ഇസ്രായേലിന്റെ സമ്മർദ്ദപ്രകാരം, അമേരിക്കയിലെ ഇസ്രായേൽ ലോബിയുടെ സമ്മർദ്ദപ്രകാരമാണ് അദ്ദേഹം യുദ്ധത്തിനിറങ്ങിയത്. യുദ്ധത്തിനിറങ്ങി കഴിഞ്ഞപ്പോൾ അദ്ദേഹം വിചാരിച്ചത് 4 ആഴ്ചക്കുള്ളിൽ യുദ്ധം അവസാനിപ്പിച്ച് ഇറാനെ കീഴടക്കി, ഇറാനെ തകർത്ത് അവരുടെ ഒരു പാവ ഭരണാധികാരിയെ അവിടെ വെച്ചുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാമെന്നാണ്. ഇപ്പൊ സംഭവിച്ചത് എന്താ? 4ാമത്തെ മാസത്തിലേക്ക് യുദ്ധം കിടക്കുകയാണ്. 4 ആഴ്ച കൊണ്ട് അവസാനിപ്പിക്കുമെന്ന് കരുതിയ യുദ്ധം 4ാമത്തെ ആഴ്ചയിലേക്ക് കടക്കുകയാണ്. അപ്പൊ നമ്മൾ കാണേണ്ട കാര്യം, ഈ അമേരിക്കയ്ക്കുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഈ യുദ്ധത്തിന് ഇറങ്ങാനേ അറിയാവൂ. എങ്ങനെയാ യുദ്ധത്തിൽ നിന്ന് കരകയറണമെന്ന് അവർക്ക് അറിയത്തില്ല. അതായത് വിയറ്റ്നാമിലും അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും എല്ലാം നമ്മൾ കാണിച്ചെന്നാണല്ലോ. ആ രാജ്യം നന്നാക്കാൻ പോയിട്ട് ആ രാജ്യത്തെ മുച്ചൂടും നശിപ്പിച്ച ഒരു ചരിത്രമാണല്ലോ അമേരിക്കയുടെ സൈനിക അധിനിവേശത്തിന്റെ ചരിത്രം. അപ്പൊ അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. കാരണം ഈ നമ്മൾ പറയും ഈ ടാക്ടിക്കൽ വിക്ടറി അവർക്കുണ്ടായി എന്ന് പറഞ്ഞാൽ സൈനികമായ വിജയം അവർക്കുണ്ടായി, എന്നാൽ സ്ട്രാറ്റജിക് ആയിട്ട് പരാജയപ്പെട്ടു. അവർ തന്ത്രപരമായി ഈ എന്താണോ ലക്ഷ്യം, ആ ലക്ഷ്യം നേടുന്നതിൽ അവർ പരാജയപ്പെട്ടു എന്നാ പറയുന്നത്. അതാണല്ലോ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ അതായത് ഇപ്പോൾ 100 കോടിയിലേറെ, അതായത് അമേരിക്കൻ ടാക്സ് പേയേഴ്സിന്റെ ഏതാണ്ട് 100 കോടിയിലേറെ ബില്യൺ ഡോളർ ഇതിനകം യുദ്ധത്തിന് വേണ്ടിയിട്ട് അമേരിക്ക ചെലവഴിച്ചു എന്നാണ് പറയുന്നത്. ഇപ്പൊ ഏറ്റവും അവസാനം ഇസ്രായേലിൽ നിന്ന് വന്നൊരു വിവരം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ റിസർവ് ബാങ്ക് ഗവർണർ പറഞ്ഞിരിക്കുന്നത് വളരെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് ഇസ്രായേൽ പോകുന്നതെന്നാണ്. കാരണം അവിടെ കയറ്റുമതി നന്നായി കുറഞ്ഞിരിക്കുന്നു. അവിടെ ടൂറിസം, നമുക്ക് എല്ലാവർക്കും അറിയാം ഇസ്രായേലിലെ ടൂറിസം ഒരു വലിയ ഇൻകം ഉണ്ടാക്കുന്ന കാരണം അത് 90% ടൂറിസം കുറഞ്ഞിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1.5 ലക്ഷത്തോളം പ്രൊഫഷണൽ ടെക്നോ പ്രൊഫഷണൽസ് ആ രാജ്യം വിട്ട് പോയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ബജറ്റ് വികസന ആ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച 5.2% കരുതിയിരുന്നത് 3.6% വെട്ടിക്കുറയ്ക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ ആ തരത്തിൽ ഭയങ്കരമായ സാമ്പത്തിക പ്രതിസന്ധി ഇസ്രായേൽ ഉണ്ടായിരിക്കുന്നു. അമേരിക്കയിലെ ജനജീവിതം വളരെ ദുസ്സഹമായിരിക്കുന്നു. ലോകത്തൊട്ടാകെ ട്രംപ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന യുദ്ധത്തിന്റെ ഫലമായിട്ട് നമ്മൾ മലയാളികൾ ഉൾപ്പെടെ, ഇന്ത്യക്കാർ ഉൾപ്പെടെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള ജനങ്ങൾ പ്രതിസന്ധിയിലേക്ക് ചെന്നിരിക്കുന്നു. ഈ ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നത് കൊണ്ടാണ് അമേരിക്കൻ ജനത യുദ്ധത്തിനെതിരായിട്ട് അതിശക്തമായി നിൽക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിക്കുന്നത്. പക്ഷെ അദ്ദേഹം ശ്രമിക്കുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇസ്രായേൽ ലോബി എന്ന് പറയുന്ന ലോബിയുണ്ട്. അതായത് ലിൻസെ ഗ്രഹാം എന്ന് പറയുന്ന സെനറ്റർ, അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഫണ്ട് കൊടുക്കുന്ന ആളുകൾ, അങ്ങനെയൊക്കെയുള്ള ആളുകൾ ചേർന്നുകൊണ്ടാണ് ഇതിനെ അവസാനിപ്പിക്കാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇന്നലെ നിങ്ങളുടെ ചർച്ചയിൽ പറഞ്ഞു, അവരുടെ ലക്ഷ്യങ്ങൾ എന്തായിരുന്നു? ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഇറാന്റെ ആണവ പദ്ധതി അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ഇറാന്റെ ആണവ പദ്ധതി എന്ന് പറയുന്നത് അവസാനിപ്പിക്കാൻ പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല എന്നുള്ളത് കൊണ്ടാണ് ആ പരിപാടി മാറ്റിവെച്ചുകൊണ്ട് ഈ ഹോർമുസ് കടലിടുക്ക് തുറന്നു കൊടുത്തുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാമെന്നുള്ള പ്രപ്പോസൽ ആദ്യം ട്രംപ് മുന്നോട്ട് വെച്ചത്. അതിനോട് അവർക്ക് യോജിപ്പായിരുന്നു. അപ്പൊ അവർ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ, ഹോർമുസ് കടലിടുക്ക് തുറന്നു കൊടുത്തായിരുന്നതിന് ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഞങ്ങളുടെ ആസ്തികൾ, മരവിപ്പിച്ചു വെച്ചിരിക്കുന്ന ആസ്തികൾ മോചിപ്പിക്കണം. അതുപോലെ തന്നെ ഈ ആണവ ശക്തി വികസിപ്പിക്കാനുള്ള, ആണവ ബോംബല്ല, ആണവ ശക്തി വികസിപ്പിക്കാനുള്ള അനുവാദം ഞങ്ങൾക്ക് ലഭിക്കണം. അത് എല്ലാ NPT നോൺ പ്രോളിഫറേഷൻ ട്രീറ്റിയിൽ ഒപ്പിട്ട എല്ലാ അംഗങ്ങൾക്കും ആ ട്രീറ്റിയുടെ പ്രകാരമുള്ള അവകാശമാണ് ആണവ ശക്തി വികസിപ്പിക്കാനുള്ള അവകാശം, ആണവ ബോംബ് സൃഷ്ടിക്കാനുള്ള അതല്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എഗ്രി ചെയ്തപ്പോഴാണ് ഈ ലിൻസി ഗ്രഹാമിനെ പോലെയുള്ള ഇസ്രായേൽ ലോബി അതിശക്തമായിട്ട് ഇടപെടുകയും നമ്മൾ യുദ്ധം തുടങ്ങിയത് ഇറാന്റെ ആണവ ശക്തി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്, അതില്ലാതെ നമുക്കൊരു കരാറിലേക്ക് പോകാൻ കഴിയില്ല എന്ന് പറയുന്ന സംഭവമാണ്. ഇവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ കാണേണ്ട കാര്യം, ഫെബ്രുവരി മാസം 28-ാം തീയതിയാണ് യുദ്ധം ആരംഭിച്ചത്. ഫെബ്രുവരി മാസം 28-ാം തീയതി യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം ഹോർമുസ് കടൽ തുറന്നു കൊടുക്കായിരുന്നു. ഫെബ്രുവരി മാസം 26-ാം തീയതി ഒമാന്റെ വിദേശകാര്യമന്ത്രി ബദർ അൽബു സൈദി അവരുമായിട്ട് ഇറാന്റെ പ്രതികൾ ചർച്ച ചെയ്തു. അദ്ദേഹമാണല്ലോ അമേരിക്കയുടെ ഇറാന്റെയും ഇടയ്ക്ക് മധ്യസ്ഥനായിട്ട് നിന്നത്. അദ്ദേഹത്തിന്റെ മുമ്പിൽ ഇറാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ആണവ ബോംബ് പദ്ധതി ഞങ്ങൾക്കില്ല. അങ്ങനെ നിങ്ങൾ ആരോപിക്കുന്നത് ഞങ്ങളത് അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞ എഗ്രിമെന്റിൽ ഒപ്പിടാൻ ഞങ്ങൾ തയ്യാറാണ്. എന്ന് മാത്രമല്ല, ഞങ്ങളെ സമ്പുഷ്ടീകരിച്ച യുറേനിയം 60%-ത്തിലേറെ സമ്പുഷ്ടീകരിച്ച യുറേനിയം താഴേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ തയ്യാറാണ്. എന്ന് മാത്രമല്ല, ഞങ്ങളുടെ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ ഇൻസ്പെക്ടർമാരെ ഞങ്ങളുടെ എല്ലാ ആണവ കേന്ദ്രങ്ങളിലും പരിശോധനയ്ക്ക് വിടാൻ ഞങ്ങൾ തയ്യാറാണ്. ഈ പറയുന്ന തരത്തിലുള്ള എല്ലാ സംഗതികളും അംഗീകരിക്കുന്നു.
നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഹോർമുസ് കടലിലേക്ക് തുറന്നു കിടക്കുകയാണ്. ഇതെല്ലാം സമ്മതിച്ച് അത് അമേരിക്കയിലെ മാർക്കോ റൂബിയോ, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോട് ബദർ അൽ ബുസൈദി ഇതെല്ലാം അറിയിക്കുന്നു. അദ്ദേഹം പത്രസമ്മേളനം വിളിച്ച് ലോകത്തെ അറിയിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞപ്പോഴല്ലേ വാസ്തവത്തിൽ ഇസ്രായേലിന്റെ സമ്മർദ്ദപ്രകാരം ട്രംപ് ഇറാനെ ആക്രമിച്ചത്. ഇറാൻ എന്ന് പറയുന്ന രാജ്യം മുച്ചൂടും മുടിച്ചു. അവിടെ ഇനി ഒന്നുമില്ല വാസ്തവത്തിൽ പറഞ്ഞാലും. അപ്പൊ ആ തരത്തിൽ ആ രാജ്യത്തെ ഇല്ലാതാക്കി അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ തകർത്തു, ഇസ്രായേലിന്റെ സമ്പദ് വ്യവസ്ഥ തകർന്നു, ലോക സമ്പദ് വ്യവസ്ഥ തകർന്നു. ഇത് ഈ അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇനി എന്താ ചെയ്യാൻ കഴിയുക എന്ന് പറയുന്നത്, എന്താണ് ഇനി മുമ്പോട്ട് പോകാനുള്ള വഴി ഇല്ലാതെ തടഞ്ഞു നിൽക്കുകയാണ് അദ്ദേഹം. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ യുദ്ധം വീണ്ടും ശക്തമാകും. കാരണം ഈ ഏതെങ്കിലും തരത്തിൽ ഇവരെ ഇറാനെ അവരുടെ മുമ്പിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇറാനെ അവർ ആക്രമിക്കും, ഇറാൻ തിരിച്ചാക്രമിക്കും. എന്താ സംഭവിക്കുന്നത് അവർ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇറാൻ പറഞ്ഞ 2 കാര്യങ്ങളുണ്ട്. അത് നമ്മളെല്ലാവരും ഓർത്തിക്കേണ്ട കാര്യമാണ്. എന്താ പറഞ്ഞത്? അവർ പറഞ്ഞു, ഞങ്ങൾ ഈ പറഞ്ഞ തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അംഗീകരിക്കാൻ തയ്യാറാണ്. എന്നാൽ ഈ അംഗീകരിക്കാൻ തയ്യാറായ കാര്യങ്ങളെക്കാൾ ഉപരിയായി ഞങ്ങളെ ആക്രമിച്ചാൽ, അമേരിക്ക ഞങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങളുടെ മുമ്പിൽ 2 മാർഗങ്ങളേ ഉള്ളൂ. ഞങ്ങളുടെ രാജ്യത്തു നിന്നും ഏതാണ്ട് 10,000 കിലോമീറ്റർ അകലെ കിടക്കുന്ന അമേരിക്കയെ ഞങ്ങൾക്ക് ആക്രമിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ 2 കാര്യങ്ങൾ ചെയ്യും. അമേരിക്കയുടെ ഈ ഗൾഫ് മേഖലയിലുള്ള സൈനിക താവളങ്ങളെ ഞങ്ങൾ ആക്രമിക്കും. 2, ഞങ്ങൾ ആക്രമിക്കുന്നതിന്റെ അതോടൊപ്പം തന്നെ ഞങ്ങൾ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കും. ഇത് 2 പറഞ്ഞാണ്. ഇത് 2 സാമാന്യ ബുദ്ധിയുള്ള ഒരു ഭരണാധികാരിയായിരുന്നു അമേരിക്കയിൽ ഇരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അപകടം, അതായത് നമ്മൾ പറയും അമേരിക്ക സൈനികമായ യുദ്ധം ആരംഭിച്ചു എങ്കിൽ അതിനുള്ള പ്രതികരണം എന്നോണം ഇറാൻ ഈ സാമ്പത്തിക യുദ്ധമാണ് ആരംഭിച്ചത്. സാമ്പത്തിക യുദ്ധം എന്ന് പറഞ്ഞാൽ ഹോർമുസ് കടലിടുക്ക് അടച്ചുകൊണ്ട് യുദ്ധം സാമ്പത്തിക യുദ്ധമായി മാറി. ലോകത്തെ മുഴുവൻ ജനങ്ങളെ, ഇന്ത്യ ഉൾപ്പെടെയുള്ള, ഏഷ്യ, ചൈന ഉൾപ്പെടെയുള്ള, ജപ്പാൻ ഉൾപ്പെടെ, സൗത്ത് കൊറിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ മുമ്പോട്ടുള്ള പോക്കിന് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള എണ്ണ കിട്ടാതെ വരുമ്പോൾ വളരെ പ്രതിസന്ധിയിലാണ്. നമ്മുടെ പ്രധാനമന്ത്രി എന്താ പറഞ്ഞ ഒരു ദിവസം വന്ന് പറഞ്ഞല്ലോ, നമ്മൾ മുണ്ട് മുറുക്കി ഉടുക്കണം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുന്നുണ്ടാ. നമുക്ക് എണ്ണ ഇറക്കുമതി ചെയ്യാൻ കഴിയുന്നില്ല, ഫെർട്ടിലൈസർ ഇറക്കുമതി ചെയ്യാൻ കഴിയുന്നില്ല. നമ്മൾ കൂടുതൽ വിദേശ നാണ്യം നമ്മൾ മറ്റു കാര്യങ്ങളിലേക്ക് പോകേണ്ടി വരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും വിദേശ നാണ്യ ശേഖരം ഇടിയും. അതൊക്കെ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാ. അപ്പൊ അതുകൊണ്ട് ഇന്ത്യ മാത്രമല്ല അമേരിക്ക നമുക്ക് എല്ലാവർക്കും അറിയാം, ഏതാണ്ട് 1.5 ആയിരുന്നു ഒരു ഗാലൻ ഗ്യാസോലിന്റെ വില അമേരിക്കയിൽ. ഇപ്പൊ 5 ആണ്. അമേരിക്കക്കാരുടെ വരുമാനം വർദ്ധിക്കുന്നില്ല, അമേരിക്കക്കാരുടെ ചെലവ് വർദ്ധിക്കുന്നു, ബിൽസ് കൂടുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും അമേരിക്കക്കാർ അതിശക്തമായിട്ട് ഇതിനെതിരായിട്ട് പ്രതികരിക്കുകയാണ്. അങ്ങനെ പ്രതികരിക്കുകയും ചെയ്യും. നമുക്ക് എല്ലാവർക്കും അറിയാം, നവംബർ മാസം തെരഞ്ഞെടുപ്പ് വരാൻ പോണ്, മിഡ് ടൈം ഇലക്ഷൻ വരുമ്പോൾ അമേരിക്കൻ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന ഒരു അമേരിക്കൻ സെനറ്റിലെ 100 അംഗങ്ങളിൽ 1/3% പേര് വീണ്ടും തെരഞ്ഞെടുപ്പിൽ നേരിടണം നവംബർ മാസം. അതുപോലെ തന്നെ ഏതാണ്ട് 1/3 ഗവർണർമാർ തെരഞ്ഞെടുപ്പിൽ നേരിടണം. ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സ്, അമേരിക്കൻ പാർലമെന്റിന്റെ അധോസഭ ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സ് പൂർണ്ണമായ ഇലക്ഷൻ ഉണ്ട്. ഈ ഇലക്ഷൻ നേരിടുമ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇപ്പോഴത്തെ സാഹചര്യം നമുക്കറിയാം, ഏറ്റവും അധികം റേറ്റിംഗ് അമേരിക്കൻ പ്രസിഡന്റുമാർ 2 വർഷം കഴിയുമ്പോൾ ഇത്രയധികം റേറ്റിംഗ് കുറഞ്ഞ ഒരു അമേരിക്കൻ പ്രസിഡന്റ് അമേരിക്കയുടെ ഈ 20ാം നൂറ്റാണ്ട് ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അത്രമാത്രം പരാജയപ്പെട്ട ഒരു ഭരണാധികാരിയായിട്ട് അമേരിക്കൻ ജനത വിധി എഴുതിയിരിക്കുക. അപ്പൊ എന്ത് സംഭവിക്കും? ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് നിലവിൽ ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിലും സെനറ്റിലും ഭൂരിപക്ഷമുണ്ട്. ഈ ഭൂരിപക്ഷം 2 സ്ഥലത്ത് നഷ്ടപ്പെടും എന്ന് മാത്രമല്ല അതിന്റെ സൂചനകൾ കണ്ടു തുടങ്ങി. എന്താ? ഇപ്പൊ കഴിഞ്ഞ ദിവസം 3-4 ദിവസത്തിന് മുമ്പ് അമേരിക്കൻ ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സ് കോൺഗ്രസിന്റെ, അമേരിക്കൻ പാർലമെന്റിന്റെ അനുവാദമില്ലാതെ അമേരിക്കൻ പ്രസിഡന്റ് യുദ്ധം പ്രഖ്യാപിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള റെസൊല്യൂഷൻ പാസാക്കി. ആ റെസൊല്യൂഷൻ പാസാക്കി എങ്ങനെ പാസാക്കിയത്? ഡെമോക്രാറ്റുകൾക്ക് ഭൂരിപക്ഷം ഇല്ലാതിരുന്ന സ്ഥലത്ത് റിപ്പബ്ലിക്കന്മാരായിട്ടുള്ള 4 എംപിമാർ കൂടി അവരുടെ കൂടെ ചേർന്നിട്ടാണ് അത് പാസ്സായത്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അദ്ദേഹത്തിനെതിരായി വരാൻ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ സെനറ്റ് അംഗങ്ങളും ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സ് അംഗങ്ങളും തയ്യാറാവുന്നു എന്നുള്ള സൂചനയാണ് കാണുന്നത്. അപ്പൊ എന്ന് മാത്രമല്ല ഈ 2 സഭകളിലും, സെനറ്റിലും ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിലും ഡെമോക്രാറ്റുകൾക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ അവർ അടുത്തത് ചെയ്യാൻ പോകുന്നത് ട്രംപിനെ ഇംപീച്ച് ചെയ്യാനുള്ള നടപടികളാണ്. അപ്പൊ അങ്ങനെയുള്ള വളരെ അമേരിക്കൻ രാഷ്ട്രീയം വളരെയധികം കുഴപ്പം പിടിച്ച അവസ്ഥയിലേക്കാണ് പോകാൻ പോകുന്നത്. ആ അവസ്ഥയിൽ പോലും ഇദ്ദേഹത്തിന് ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ കഴിയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോക്കൂ, ഞാൻ ഇന്നലെ സൂചിപ്പിച്ച കാര്യം, ഈ 2015 ഇറാനും അമേരിക്കയും ചേർന്നൊരു ഇറാൻ ആണവ കരാർ ഉണ്ടാക്കി. ആ ഇറാൻ ആണവ കരാർ ഏതാണ്ട് 2-2.5 വർഷക്കാലം നീണ്ടു നിന്ന ചർച്ചകളുടെ ഫലമായിട്ട് ഉണ്ടാക്കിയ കരാറാണ്. ആ ചർച്ചകൾക്ക് അമേരിക്കയിൽ നേതൃത്വം കൊടുത്താരാ? ജോൺ കെറി എന്ന് പറയുന്ന ഇന്റർനാഷണൽ പൊളിറ്റിക്സിലും വിദേശകാര്യങ്ങളിലും ഏറ്റവും അധികം വിദഗ്ധനായിട്ടുള്ള ജോൺ കെറി, വെൻഡി ഷെർമാൻ എന്നൊക്കെ പറയുന്ന ഡിപ്ലോമാറ്റുകളാണ് അതിന് നേതൃത്വം നൽകിയിരുന്നത്. ഇവിടെ ഇറാനും പിന്നായിട്ട് ചർച്ച നടത്തുന്നവരാ റിയൽ എസ്റ്റേറ്റ് മുതലാളിമാരായിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫും ക്ഷമിക്കുക, ഞാൻ ഇടപെടുകയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.